ഹൂതികൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ പടക്കപ്പൽ USS ഹാരി എസ് പോർട്ട്മാൻ ചെങ്കടലിൽ നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണിക്കായി അമേരിക്കയിലേക്ക് പോയ ഹാരി എസ് ട്രൂമാനെ അടിയന്തരമായി ചെങ്കടലിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്കൻ നാവികസേന. ന്യൂക്ലിയർ എയർക്രാഫ്റ്റിനെ വരെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ തന്നെ ഏറ്റവും ആധുനികമായ പടക്കപ്പലുകളിലൊന്നായ ഹാരി എസ് ട്രൂമാൻ്റെ വിന്യസിക്കൽ ഒരാക്രമണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അമേരിക്ക പരിഗണിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ ആളില്ലാ ചാരവിമാനമായ MQ-9 ഹൂതികൾ വെടിവെച്ചിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടത്. ഈ വിമാനത്തിന് അവരുടെ കൺട്രോൾ യൂണിറ്റുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഈ വിമാനത്തിന് എന്തു പറ്റിയെന്നുള്ള അന്വേഷണമാണ് അമേരിക്കൻ വ്യോമസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ആളില്ലാ ചാരവിമാനത്തെ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുള്ള അവകാശവാദം ഹൂതികൾ ഉന്നയിക്കുന്നത്. 15ാമത്തെ MQ-9 ആളില്ലാ ചാരവിമാനങ്ങളെയാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തങ്ങൾ തകർത്തത് എന്ന അവകാശവാദം കൂടി ഹൂതികൾ ഉന്നയിച്ചു. ഇതോടുകൂടി ഹൂതികൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ചെങ്കടലിലേക്ക് ഹാരി എസ് ട്രൂമാൻ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. അധികം വൈകാതെ ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും. അമേരിക്കൻ വ്യോമസേന യമനിലേക്ക് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുമായി ഹൂതികൾ സൈനിക ഇടപാടുകൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച ചില സൂചനകളും ചില വാർത്തകളും പുറത്തുവിട്ടത്. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ പല കാര്യങ്ങളും പല സംഭവ വികാസങ്ങളും ഹൂതികൾ ചെയ്തു നൽകിയതായുള്ള വിവരങ്ങളും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. റഷ്യയിലേക്ക് ആയുധങ്ങൾ കടത്തി നൽകുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് ഹൂതികളാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് എത്തിച്ചതിന് പിന്നിലുള്ള ഇടനിലക്കാർ ഹൂതികളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇത് കൂടാതെ യുദ്ധത്തിനായി റഷ്യൻ സൈന്യത്തിന് വേണ്ടി നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്ത് നൽകുകയും ഹൂതികൾ ചെയ്തതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിന് പ്രത്യുപകാരമായി റഷ്യയിൽ നിന്ന് സൂപ്പർസോണിക് ഒണിക്സ് മിസൈൽ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ ഹൂതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ചകളിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് റഷ്യയാണ്. ആ ഒണിക്സ് സൂപ്പർസോണിക് മിസൈൽ ഹൂതികൾ വാങ്ങുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകളെ ലക്ഷ്യമിട്ടും ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത്തരമൊരു സൂപ്പർസോണിക് മിസൈൽ ഹൂതികളുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ അത് ചെങ്കടലിലും ഏതൻ കടലിടുക്കിലുമുള്ള കപ്പലുകളുടെ ഗതാഗതത്തെ അമേരിക്കൻ പടക്കപ്പലുകളുടെ വിന്യാസത്തെയൊക്കെ സാരമായി ബാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സൂപ്പർസോണിക് മിസൈൽ ഹൂതികൾക്ക് ലഭിക്കരുത്. അത് റഷ്യ ഹൂതികൾക്ക് നൽകരുത്. അതേസമയം ഹൂതികളും റഷ്യയും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാനമായും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഇറാനാണെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് അടിയന്തരമായി ഹൂതികളെ ആക്രമിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. യമനിലേക്ക് ഒരു ആക്രമണം നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകം. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പലതവണ ഹൂതികളുടെ ബേസ് ക്യാമ്പുകൾക്ക് നേരെ, ഹൂതികളുടെ പ്രധാനപ്പെട്ട താവളമായ ഹൊദൈദ തുറമുഖത്തിന് നേരെയൊക്കെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഹൊദൈദയിലേക്ക് ഇസ്രായേലും കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ആക്രമണം നടത്തിയതാണ്. അങ്ങനെ പലതവണ യമനിലെ ഹൂതികളുടെ ബേസ് ക്യാമ്പുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഊർജ പ്ലാന്റുകൾ, ആയുധശാലകളൊക്കെ തന്നെ ഇസ്രായേൽ സേനയും അമേരിക്കൻ സേനയും സംയുക്തമായി ആക്രമിച്ചു. എന്നിട്ടും ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് ഇറാൻ്റെ പ്രോക്സിയായി പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പ്രവർത്തിക്കുകയാണ് ഹൂതികൾ. ഇപ്പോൾ ഇതാ റഷ്യയുമായി ചേർന്നുകൊണ്ട് റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട്, റഷ്യയ്ക്ക് യുദ്ധം ചെയ്യാൻ പടയാളികളെ നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് സൂപ്പർസോണിക് ഒണിക്സ് മിസൈലുകൾ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹൂതികൾ നടത്തുന്നത്. അമേരിക്ക വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ആയുധ ഇടപാടിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഹൂതികളടക്കമുള്ള ഇറാൻ അടക്കം ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്കും തീവ്രവാദ ബന്ധമുള്ള രാജ്യങ്ങൾക്കും
റഷ്യ ആയുധങ്ങൾ നൽകി തുടങ്ങിയാൽ അത് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി തകർക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അതുമാത്രവുമല്ല, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്കത് ഭാവിയിൽ വൻ ഭീഷണി ഉണ്ടാക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹൂതികൾക്ക് നേരെ അടിയന്തരമായൊരു യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ MQ-9 ആളില്ലാ വിമാനത്തെ ആക്രമിച്ചിരിക്കുന്നു. ചെങ്കടലിൽ നിരീക്ഷണ പറക്കം നടത്തിയിരുന്ന വിമാനത്തിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഹൂതികൾ ഈ വിമാനം ആക്രമിച്ച തങ്ങളാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. ഒരു വിമാനമല്ല, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 15 MQ-9 വിമാനങ്ങൾ തങ്ങൾ തകർത്തതായി ഹൂതികൾ അവകാശപ്പെടുന്നു. അമേരിക്കയെ സംബന്ധിച്ചത് ഒരിക്കലും ചിന്തിക്കാവുന്ന കാര്യമല്ല. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഏറ്റവും അത്യാധുനികമായ വിമാനമാണ് ഈ MQ-9 ആളില്ല ചാവേർ വിമാനങ്ങൾ. ഒരു ഡ്രോണിന് സമാനമായി പ്രവർത്തിക്കുന്നതും എന്നാൽ വളരെ വിശാലമായ രീതിയിൽ നിരീക്ഷണം നടത്താൻ കഴിവുള്ളതുമായ ഈ വിമാനം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഹൂതികൾക്ക് ശക്തമായി തിരിച്ചു നൽകാനും ചെങ്കടലിലും ഏതൻ കടലിടുക്കിലുമുള്ള ഹൂതികളുടെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാനുമുള്ള വമ്പൻ യുദ്ധത്തിന് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമസേന തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലായ USS ഹാരി പോട്ടർ ഇപ്പോൾ ഇതാ ചെങ്കടലിൽ നങ്കൂരമിട്ടു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്.